ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹയാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മളിത് ഈ ഒരു ഗിയർ വയറിൽ നമ്മുടെ ഗിയർ ലോക്കൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന നമ്മുടെ വെയിറ്റ് പൊളി വെച്ച് ചെയ്യുന്ന ഒരു അടിപൊളി മാലയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അതിനായിട്ട് നമ്മുടെ ഗിയർ വയർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കട്ടിംഗ് പ്ലെയർ വേണം. അപ്പോൾ ഞാനിത് ഈ ഒരു പ്ലെയേഴ്സൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗിയർ വയറിന് നമുക്കൊരു 50 രൂപ 45-50 രൂപക്കുള്ളിൽ നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിൽ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇതിന് ആ ഒരു റേറ്റിന്. അപ്പോൾ നമുക്കിത് ഗിയർ വയർ എത്രയാണോ വേണ്ടത്, നമുക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്യുന്നതാണെങ്കിൽ അവരുടെ കഴുത്തിൽ വെച്ച് നമുക്ക് നോക്കാം എത്ര ലെങ്ത്ത് വേണമെന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ജംപ് റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ സൈഡ് റിങ്ങോ ആയാലും മതിയാകും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നമുക്ക് വേണം. പിന്നെ വേണ്ടത് ഈ ഒരു ഗിയർ ലോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിയർ ലോക്ക് നമുക്കിതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗിയർ ലോക്കും നമുക്ക് വേണം. അപ്പോൾ നമ്മളിത് ഫിഷ് ലോക്കും കൂടെ നമുക്കിതിന് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഈ ഒരു ഗിയർ വയർ എടുത്തിട്ട് നമുക്കൊരു സൈഡിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിയർ വയർ എടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഗിയർ ലോക്ക് ഉണ്ടല്ലോ, ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു ഗിയർ ലോക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഗിയർ ലോക്ക് നമുക്ക് നമ്മുടെ പ്ലെയർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇനി ഇത് മൂവ് ചെയ്യില്ല കേട്ടോ, നല്ല ടൈറ്റിൽ തന്നെ അവിടെ നിന്നോളും. ഇനി നമുക്കിതാ ഒരു വെയിറ്റ് പേൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടൈറ്റിൽ തന്നെ അവിടെ നിൽക്കുന്നോളും. അപ്പോൾ ഞാനിതൊരു വെയിറ്റ് പേൾ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു വെയിറ്റ് പേൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഗിയർ ലോക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പേളുകളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം അടുത്ത പേൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനും ഫസ്റ്റ് തന്നെ എടുത്തത് നമ്മുടെ പേളായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചെയ്തു പോകും. നമ്മൾ സദാ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യാറ്. അപ്പോൾ ഈ ഒരു വെയിറ്റ് പേളല്ല ഇട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ ഈ ഒരു ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പ്ലെയർ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നമ്മുടെ പേൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്പേസ് നമ്മൾ വിടണം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ വേണം നമ്മൾ ഓരോ പേളും ഈ ഒരു സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അതായിരിക്കും ഈ ഒരു മാലയുടെ ഭംഗി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസ് വിട്ടിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേണ്ട രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിത് 2 ലെയറായിട്ടൊക്കെ ഈ ഒരു മാല ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 ലെയറായിട്ട് എനിക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ 1 ലെയർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. ആ ഒരു പേളിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ്. ഒരു ഗിയർ ലോക്ക് കൂടി ഇട്ട് കൊടുത്തു, പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല എളുപ്പ സമയം എടുത്തിട്ടാണ് ഇതിട്ട് പറയുന്നത്. അപ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ സ്പേസ് വിട്ടിട്ട് തന്നെ ബാക്കിയുള്ള പേഴ്സൊക്കെ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ എല്ലാ മുത്തുകളും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സ്പേസ് നിങ്ങൾ നോക്കിയിട്ട് ആ ഒരു സ്പേസ് വിടാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര സ്പേസാണ് വിട്ടിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഒരു സ്പേസിനനുസരിച്ച് ഇതിങ്ങനെ വിട്ടിട്ട് നമ്മുടെ ഓരോരോ ബീഡ്സും ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഏകദേശം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോക്ക് ചെയ്യാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ ഒരു ഫിഷ് ലോക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഷ് ലോക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് റിങ് ഉണ്ടല്ലോ, ആ ഒരു സൈഡ് റിങ് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് റിങ്ങും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഫിഷ് ലോക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ മാലയുടെ ഒരു സൈഡിലായിട്ട് ഇതാ ഒരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ ഒരു സൈഡ് റിങ്ങും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ലോക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് റിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ആ മാലയുടെ അറ്റം ആ ഒരു ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് കൂടി കടത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരറ്റം ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ കടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ലോക്ക് അവിടെ നന്നായിട്ട് നിന്നോളും. അപ്പോൾ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇളകിപ്പോരൊന്നും ചെയ്യില്ല കേട്ടോ, അവിടെ നന്നായിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നമ്മുടെ സൈഡ് റിങ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ മാലയുടെ ആ മറ്റേ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു നമ്മുടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ ഇട്ടതുപോലെ ഞാനിതാ ഫസ്റ്റ് ഗിയർ ലോക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ഫിഷ് ലോക്കും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആ ഒരു ഗിയർ വയർ ആ ഒരു ഗിയർ ലോക്കിലൂടെ കടത്തി വിടണം. അപ്പോൾ ഇതാ ഒരു ഫിഷ് ലോക്ക് ഇട്ടു. ഇനി ആ ഒരു ഗിയർ വയർ ഗിയർ ലോക്കിലേക്ക് ഇതുപോലെ കടത്തി കൊടുത്തിട്ട് നമ്മുടെ പ്ലെയർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാലയുടെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന്, അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ടൈമൊക്കെ എടുക്കുമെന്ന് തോന്നും. പക്ഷേ വലിയ സമയമൊന്നുമില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് ഇത് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ സദാ ചെയ്യുന്ന മാലയിനേക്കാളും ഒരു വെറൈറ്റിയുമായി, അപ്പോൾ നല്ല ഭംഗിയാണിത് കാണാൻ. അപ്പോൾ ഇതാ ഈ ഒരു ഫിഷ് ലോക്ക് നമ്മൾ സദാ ചെയ്യുന്ന പോലെ ഇതാ ഒരു സൈഡ് റിങ്ങിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അതിവിടെ ലോക്കായിട്ടാണ്. അപ്പോൾ നമ്മുടെ മാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ബീഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഒരു വെയിറ്റ് പേളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ഗ്ലാസ് ബീഡ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിതാ ഇതുപോലെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗിയർ വയർ വേണം, ഗിയർ ലോക്ക് വേണം, നമ്മുടെ വെയിറ്റ് പേൾ, നിങ്ങൾ ഏത് ബീഡ്സാണോ എടുക്കുന്നത് അത് വേണം, പിന്നെ നമ്മുടെ ഫിഷ് ലോക്ക്, സൈഡ് റിങ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, അതുപോലെ പ്ലെയേഴ്സും ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ 2 ലെയർ, അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കടകളിലും കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇതൊരു കാണാത്തൊരു വെറൈറ്റി മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് കടകളിലൊക്കെ സെയിൽ ചെയ്താൽ നന്നായിട്ട് പോകുന്നൊരു പീസാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു 2 ലെയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 ലെയറിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.